പഞ്ചക്ഷതത്തെപ്പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അതായത് പരിശുദ്ധനായ യേശുവിനുണ്ടായ 5 തിരുമുറിവുകൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് പഞ്ചക്ഷതം. ഇത് ആദ്യമായി പഞ്ചക്ഷത ഉണ്ടാകുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്കാണ്. 1224 വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ഈ പഞ്ചക്ഷതം ആദ്യമായിട്ടുണ്ടാകുന്നത്. അതിനുശേഷം മറ്റനേകം വ്യക്തികൾക്ക് ഈ പഞ്ചക്ഷതം ഉണ്ടായിട്ടുണ്ട്. പഞ്ചക്ഷതം ഉണ്ടായ എല്ലാ വ്യക്തികൾക്കും കൈപ്പത്തിയിലാണ് തിരുമുറിവുണ്ടാകുന്നത്. എന്നാൽ എല്ലാവരും യേശുവിൻ്റെ ചിത്രമെന്ന് വിശ്വസിക്കപ്പെടുന്ന ടൂറിനിലെ കച്ചയിൽ ആണിയടിക്കപ്പെട്ടു എന്ന് പറയുന്ന ഭാഗം കൈക്കുഴയാണ്. ശാസ്ത്രീയപരമായി നോക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ഭാരം താങ്ങാൻ കൈക്കുഴയിൽ ആണിയടിച്ചാൽ മാത്രമേ ശരീരം കുരിശിൽ കിടക്കുകയുള്ളൂ. കൈപ്പത്തിയിലാണ് ആണിയടിക്കുന്നതെങ്കിൽ ശരീരം തീർച്ചയായും താഴേക്ക് വീണുപോകും. ക്രിസ്ത്യാനികളായ നമ്മുടെ ഇടയിൽ വിശ്വസിക്കപ്പെടുന്ന ഈ 2 കാര്യങ്ങളിലെയും സത്യം എന്താണ്? പരിശുദ്ധനായ യേശുവിന് ആണി തറയ്ക്കുന്നതും മുൾക്കിരീടം ധരിപ്പിക്കുന്നതും കുന്തത്താൽ കുത്തപ്പെടുന്നതും സത്യമായ കാര്യമാണ്. എന്നാൽ ഈ സത്യം 2 രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണ്? ദൈവത്തിന് തെറ്റുപറ്റിയതോ മനുഷ്യന് തെറ്റുപറ്റിയതോ അതോ സാത്താൻ്റെ വഞ്ചനയോ? ഒരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധനായ സർവശക്തനായ ദൈവത്തിന് തെറ്റുപറ്റില്ല. പരിശുദ്ധനായ യേശു കാൽവരിയിൽ പീഡകൾ സഹിച്ച് മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവം സൃഷ്ടിച്ച മക്കളെ പാപത്തിൽ നിന്നും പൂർണ്ണമായി വീണ്ടെടുക്കുന്നതിനു വേണ്ടിയാണ് ഒരു മനുഷ്യൻ ഊഹിക്കാവുന്നതിലേറെ പീഡകൾ സഹിച്ച് നമുക്ക് വേണ്ടി മരിച്ചത്. അവിടുത്തെ ഉത്ഥാനം പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിച്ച് നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നതിനും വേണ്ടിയാണ്. ഈ സത്യം തിരിച്ചറിയുകയും യേശുവിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പരിശുദ്ധനായ ദൈവമായ യേശുവിലുള്ള ഈ വിശ്വാസവും പ്രാർത്ഥനയും ഒരു സൃഷ്ട വസ്തുവിലേക്കോ വ്യക്തിയിലേക്കോ പോകേണ്ടതല്ല. അത് തീർച്ചയായും ദൈവത്തിന് മാത്രമുള്ളതാണ്. യേശുവിൽ വിശ്വസിച്ച് വിശുദ്ധരായി ജീവിച്ചവർ, അവരുടെ ആത്മാവ് ഇപ്പോഴും ദൈവത്തിൻ്റെ കൂടെ തന്നെയാണ്. യേശുവിൽ വിശ്വസിച്ച് വിശുദ്ധരായി ജീവിച്ചിരുന്നവരെ പോലെ നമ്മളും വിശുദ്ധരാകണമെങ്കിൽ യേശുവിൽ മാത്രം വിശ്വസിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.